ടീം റെസ്ക്യൂ ഫോഴ്സ് കേരള എക്സലൻസ് അവാർഡ് വിതരണം പ്രൗഢഗംഭീരമായി നടന്നു. മാണി സി കാപ്പൻ MLA ഉദ്ഘാടനം ചെയ്തു. ജീവകാരുണ്യ ദുരന്ത നിവാരണ രംഗങ്ങളിലെ സജീവ സാന്നിധ്യമായ ടീം റെസ്ക്യൂ ഫോഴ്സ് കേരളയുടെ ഈ വർഷത്തെ എക്സലൻസ് അവാർഡ് വിതരണവും പ്രതിഭകളെ ആദരിക്കലും പ്രൗഢഗംഭീരമായ ചടങ്ങുകളോടെ സമാപിച്ചു. ഈരാറ്റുപേട്ട മാർക്കറ്റ് റോഡിലെ ഹാജി PK അലിയാർ മെമ്മോറിയൽ മുനിസിപ്പൽ കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന പ്രസ്തുത ചടങ്ങ് പാലാ MLA മാണി സി കാപ്പൻ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. രണ്ട് കുട്ടികൾ നമ്മുടെ ഭരണീയമായിട്ട് CC കോളേജിൽ പഠിച്ചിരുന്നവർ അവർ വെള്ളത്തിൽ പോയി അതിന് പല ആവശ്യങ്ങൾക്കും നിസ്വാർത്ഥമായ സേവനം ചെയ്യുന്ന നല്ല ഒരു ടീമാണ് ഈരാറ്റുപേട്ടയിലുള്ളത്. എവിടെ ദുരന്തം ഉണ്ടായാലും ആ ദുരന്ത മുഖത്ത് സേവന സന്നദ്ധരായി ഒന്നും പ്രതീക്ഷിക്കാതെ ഈ നന്മ കൂട്ടങ്ങൾ അവിടെ എത്തിച്ചേരുന്നു എന്നത് വലിയ കാര്യമാണ്. അവരെ പല വീട്ടിൽ ആദരിക്കേണ്ടതായിരുന്നു, ആദരിച്ചില്ല എന്നൊരു കുറ്റബോധം എനിക്കുണ്ട്. താമസിയാതെ പരിഹരിച്ചോളാം. വിവിധ ഡിഗ്രി PG കോഴ്സുകളിൽ റാങ്ക് ജേതാക്കളായവർ, കഴിഞ്ഞ SSLC +2 പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിലും A+ കരസ്ഥമാക്കിയവർ, ഉന്നത വിജയം കൈവരിച്ച വിദ്യാലയങ്ങൾ എന്നിവരെ ചടങ്ങിൽ പ്രത്യേകം ആദരിച്ചു. കൂടാതെ ഓൺലൈൻ മാധ്യമ പ്രവർത്തകർക്കും ചടങ്ങിൽ ആദരവ് സമർപ്പിച്ചു. ടീം റെസ്ക്യൂ പ്രസിഡന്റ് നൌഷാദ് VM അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പൂഞ്ഞാർ MLA അഡ്വക്കേറ്റ് സജി ജോസഫ് മുഖ്യാതിഥിയായിരുന്നു. ഈരാറ്റുപേട്ട നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് VP നാസർ, നഗരസഭാ കൗൺസിലർ അൻവർ അലിയാർ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് AMA ഖാദർ, ടീം നന്മക്കൂട്ടം പ്രസിഡന്റ് അബ്ദുൾ ഗഫൂർ, ടീം റെസ്ക്യൂ രക്ഷാധികാരി ഡിജോ, ട്രഷറർ മുഹമ്മദ് യാസർ, മനാഫ് KM എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. സംഘടനയിലേക്ക് പുതുതായി കടന്നുവരുന്ന അംഗങ്ങൾക്കുള്ള ഔദ്യോഗിക യൂണിഫോം വിതരണവും ഇതോടൊപ്പം നടന്നു. ടീം റെസ്ക്യൂ ഫോഴ്സ് മുഖ്യ രക്ഷാധികാരി PM അബ്ദുൾ ഖാദർ സ്വാഗതവും സെക്രട്ടറി ആരിഫ് വാഴയിൽ നന്ദിയും രേഖപ്പെടുത്തി. സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരും വൻ ജനപങ്കാളിത്തവും കൊണ്ട് ചടങ്ങ് ശ്രദ്ധേയമായി. ഐഫോറിയ ന്യൂസ്, പാലാ.